എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 3-ാം അധ്യായം തുടങ്ങാൻ പോകുന്നു. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പാദാരവിന്ദം ശരണാഗതം ശ്രീകൃഷ്ണ പരമാനന്ദ സ്വരൂപനേ നമഃ. ശ്രീകൃഷ്ണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരംഗരവിരാജിതശംഖുചക്ര കൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 3-ാം അധ്യായം. ശ്രീ നാരദ ഉവാച. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഗശാസ്ത്രഗതോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സാവനാർത്ഥം പ്രയത്നതഃ. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഗശാസ്ത്രഗതോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സുഖസ്ഥാപനത്തിനായിക്കൊണ്ട് ശ്രീ ശുഗമുനി അരുളി ചെയ്തതായ കഥയാൽ ഏറ്റവും പ്രകാശിക്കുന്നതായ ജ്ഞാനയജ്ഞത്തെ പ്രയത്നപൂർവം ഞാൻ അനുഷ്ഠിക്കുന്നേൻ. സൽക്കർമ്മ സൂചകോ നൂനം ജ്ഞാനയജ്ഞ സ്മൃതോ ബുധൈഹി എന്നല്ലയോ ഭഗവന്മാരായ നിങ്ങൾ അരുളി ചെയ്തത്. അതനുസരിച്ച് ഞാൻ ആ യജ്ഞം അനുഷ്ഠിച്ചു കൊള്ളാം. വേദാന്ത വിചാരവും ജ്ഞാനയജ്ഞം തന്നെയെങ്കിലും അതിനേക്കാൾ സാരമേറിയതാണ് ഭാഗവത ശാസ്ത്ര നിരൂപണമെന്ന് ഉപദേശിച്ചതിനെ അംഗീകരിക്കുന്നുവെന്ന് കാണിപ്പാനാണ് ശുഗശാസ്ത്ര കഥോജ്വലം എന്ന വിശേഷണം ജ്ഞാനയജ്ഞത്തിന് കൽപ്പിച്ചത്. ശ്ലോകം 2. എത്ര കാര്യോ മഹായജ്ഞ സ്ഥലം തദ്വാച്ഛതാമിക മഹിമാ ശുഗശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈഃ. യത്ര കാര്യോ മഹായജ്ഞഃ സ്ഥലം തദ്വാച്ഛതാമിക മഹിമാ ശുഗശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈഃ. ഭാഗവത പാരായണാർത്ഥത്തിന് നിരൂപണമായ ആ ജ്ഞാനയജ്ഞം നടത്തുവാൻ സമുചിതമായ സ്ഥലകാല വിധാനാദികളെക്കുറിച്ച് നാരദർ സനകാദികളോട് ചോദിക്കുന്നു. മഹത്തായ യജ്ഞം ചെയ്യുവാൻ സമുചിതമായ സ്ഥലം യാതൊന്നോ അതിനെയും ശ്രീ ശുഗമുനി അരുളി ചെയ്ത ശാസ്ത്രമായ ഭാഗവതത്തിൻ്റെ മഹിമയെയും വേദപാരകന്മാരായ നിങ്ങൾ തന്നെ വിസ്തരിച്ചരുളി ചെയ്യണം. ശ്ലോകം 3. യദ്ഭേദിവസൈ ശ്രാവ്യ ശ്രീമദ്ഭാഗവതീ കഥാ കോവിദേസ്തത്ര കർത്തവ്യോ മമേദം വദതാമിതഃ. കിയദ്ഭേദിവസൈ ശ്രാവ്യ ശ്രീമദ്ഭാഗവതീ കഥാ കോവിദേസ്തത്ര കർത്തവ്യോ മമേദം വദതാമിതഃ. ശ്രീമതിയായ ഭാഗവത കഥ എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? അതിനായിട്ട് ചെയ്യപ്പെടേണ്ടതായ വിധി എന്തെല്ലാമാണ്? ഈ സംഗതികളെ അറിയേണ്ടവയാകുകയാൽ എന്നോട് അരുളി ചെയ്യണം. ശ്ലോകം 4, 5, 6, 7. ശ്രീകുമാരാഊജു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാരസമീപം തു തടമാനന്ദനാമകം. ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ശങ്കാദ്വാരസമീപം തു തടമാനന്ദനാമകം. നാനാഋഷിഗണേ ജുഷ്ടം ദേവസിദ്ധനിഷേവിതം നാനാതരുലതാകീർണം നവകോമളവാലുകം. നാനാഋഷിഗണേ ജുഷ്ടം ദേവസിദ്ധനിഷേവിതം നാനാതരുലതാകീർണം നവകോമളവാലുകം. രമ്യമേകാന്തദേശസ്ഥം ഹൈമപത്മസുശോഭിതം യത്സമീപസ്ഥവീവാനാം വൈരം ചേതസി ന സ്ഥിതം
രമ്യമേകാന്തദേശസ്ഥം ഹൈമപത്മസുശോഭിതം യത്സമീപസ്ഥജീവാനാം വൈരം ചേതസിന സ്ഥിതം ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യപ്രയത്നതഃ അപൂർവരസരൂപാച കഥാ തത്ര ഭവിഷ്യതി ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യപ്രയത്നതഃ അപൂർവരസരൂപാച കഥാ തത്ര ഭവിഷ്യതി. സ്ഥലനിരൂപണത്തോടുകൂടെ ജ്ഞാനയജ്ഞാനുഷ്ഠാന ക്രമത്തെയും അതിൻ്റെ ഫലത്തെയും സനകാദികൾ നാരദരോട് പറയുന്നു. ഹേ നാരദ, കേൾക്കുക. വിനയവും വിവേകവുമുള്ള അങ്ങയോട് ഞങ്ങൾ പറയാം. ഗംഗാധാരത്തിന് അല്ലെങ്കിൽ ഹരിദ്വാരം എന്ന സ്ഥലത്തിൽ സമീപത്തിൽ ആനന്ദം എന്നു പേരായ തടമുണ്ട്. അവിടെ നാനാമണി ജനങ്ങൾ വന്നു സേവിക്കും. ദേവന്മാർ, സിദ്ധന്മാർ എന്നിവരും അവിടെ സേവിപ്പാൻ വരും. അനേക വൃക്ഷലതാദികൾ വ്യാപിച്ചിരിക്കുന്ന മൃദുലവും പുതിയതുമായ മണൽ തിട്ട അവിടെ കാണപ്പെടും. അതിമനോഹരവും ജനബാധയില്ലാത്തതുമായ സ്ഥലമാണത്. സ്വർണ്ണത്താമരപ്പൂക്കൾ വികസിച്ചു നിൽക്കുന്നതിനാലുള്ള ശോഭ എത്രയും കൗതുകമായിരിക്കും. ആ സ്ഥലത്തിൻ്റെ സമീപത്തിൽ വസിക്കുന്ന യാതൊരു ജീവികളുടെയും മനസ്സിൽ വൈരമുണ്ടായിരിക്കുകയില്ല. അത്രത്തോളം മാഹാത്മ്യമുള്ള ആ സ്ഥലത്തിൽ ജ്ഞാനയജ്ഞം നടത്തുക. അവിടെ അതിന് പ്രയത്നവും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ രസാവഹവും അപൂർവവുമായ കഥാപ്രസംഗം അവിടെ നടന്നുകൊണ്ടു തന്നെ ഇരിക്കും. ശ്ലോകം 8. പുരസ്ഥം നിർബലം ചൈവ ജരാജീർണക്കളേവരം തദ്വയം ജ പുരസ്കൃത്യ ഭക്തിസ്തത്രാഗമഷ്യതി. പുരസ്ഥം നിർബലം ചൈവ ജരാജീർണകളേവരം തദ്വയം ജ പുരസ്കൃത്യ ഭക്തിസ്തത്രാഗമിഷ്യതി. യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാദികം വ്രജേ കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. ജരയാൽ ജീർണിച്ച ശരീരങ്ങളോടുകൂടെ സഞ്ചരിപ്പാൻ ശക്തിയില്ലാത്ത മുൻഭാഗത്ത് തളർന്നു കിടക്കുന്ന ജ്ഞാനവൈരാഗ്യന്മാരാകുന്ന 2 പുത്രന്മാരോട് ചേർന്ന് ഭക്തി അവിടെ ആഗമിക്കും. ഭാഗവത കഥാപ്രസംഗം ഏതു ദിക്കിൽ നടക്കുന്നുവോ ആ ദിക്കിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എന്ന 3 പേർ വരാതിരിക്കയില്ല. ശ്രീരാമചരിതോച്ചാരേ വായുസുനോ സമാഗമ മഹാഭാരത സംശ്രാവേ ഹ്യശ്രദ്ധമ. ശ്രീരാമചരിതോച്ചാരേ വായുസുനോ സമാഗമഃ മഹാഭാരത സംശ്രാവേ തദ്ശ്രദ്ധമാഗമാസ്തദാ വിരാമേ നിർഗമോ വിത്തഃ. കിം വദന്തീതി നിശ്ചിതം. രാമായണ ചരിതമുച്ചരിക്കുന്ന ദിക്കിൽ വായുപുത്രനായ ഹനുമാനും മഹാഭാരത ശ്രവണാവസരത്തിൽ സശ്രദ്ധാമാവും സമാഗമിക്കും. കഥാവസാനത്തിൽ അവർ 2 പേരും ആ സ്ഥലം വിട്ട് പോകുകയും ചെയ്യും എന്ന സംഗതി സുപ്രസിദ്ധമായിരിക്കുന്നതുപോലെ ഭാഗവത കഥാശബ്ദം കേട്ട മാത്രയിൽ ഭക്ത്യാദി 3 പേരും അവിടെ വരുമെന്ന് മാത്രമല്ല യൗവനയുക്തന്മാരായി ഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് സുപ്രസിദ്ധമാകുന്നു. ശ്ലോകം 10. ശ്രീസൂത ഉവാച ഏവമുക്താ കുമാരാസേ നാരദേന സമം ദദഃ ഗംഗാതടം സമാജഗ്നു കഥാപാനായ സത്വരാ. ഏവമുക്താ കുമാരാസേ നാരദേന സമം ദദഃ ഗംഗാതടം സമാജഗ്നു കഥാപാനായ സത്വരാ. സൂതൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ ശേഷം സനകാദി മുനിന്മാർ നാരദരോടുകൂടെ ബദര്യാശ്രമത്തിൽ നിന്ന് ഹരിദ്വാരത്തിലേക്ക് അവിടെ സമാഗമിക്കുന്ന ജനങ്ങളോട് ചേർന്ന് ഭാഗവത കഥാരസത്തെ ആസ്വദിക്കണമെന്നുള്ള ശ്രദ്ധയോടുകൂടി അതിവേഗം ചെന്നു ചേർന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.